ഗായ്സ്, വെൽക്കം ടു അവർ കുഞ്ഞു വീഡിയോ. ഇന്നൊരു കുഞ്ഞു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ ആയതുകൊണ്ട് കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ക്ലബ്ബുകളെ പറ്റി കേട്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലുള്ളതാണല്ലോ. ഇനിയിപ്പോൾ ഓണക്കാലമാണ്, ക്ലബ്ബുകൾ വളരെ ആക്റ്റീവ് ആവുന്ന ഒരു ടൈമാണ്. സാംസ്കാരിക തലത്തിലൊക്കെ ഒരുപാട് വളർച്ച ഉണ്ടാക്കിയെടുക്കാനും ഒരു നാടിൻ്റെ വികസനം, ഒരു വ്യക്തിയുടെ വികസനം, അതായത് ഇപ്പോൾ കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിവുകളുള്ള വ്യക്തികളാണെങ്കിൽ അവർ പിന്നോക്കം നിൽക്കാതെ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു വേദി ഒരുക്കി കൊടുക്കുക. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ പിന്നോക്കം നിൽക്കുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് സഹായഹസ്തങ്ങൾ നീട്ടുക. അതുപോലെ വളർച്ചയ്ക്ക് കുട്ടികളുടെ പഠനപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക. ഇങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകൾ എന്ന് പറയുന്നത്. ക്ലബ്ബുകൾ പലതരത്തിലുണ്ട്. സ്കൂളിലാണെങ്കിൽ എക്കോ ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ സാംസ്കാരിക ക്ലബ്ബുകളുണ്ട്, മെൻസ് ക്ലബ്ബുകളുണ്ട്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അതായത് ഒരു കൂട്ടായ്മയാണ്. സന്തോഷത്തോടു കൂടി വിവിധ തലത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ വിവിധ ഐഡിയാസ് ഉള്ള ആളുകൾ അവരുടെ ഐഡിയകൾ വെച്ചുകൊണ്ട് തന്നെ ഒരു നാട്ടിലോ അല്ലെങ്കിൽ അവരുടെ ലൊക്കാലിറ്റിയിലോ ഒരു വളർച്ച ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്ലബ്ബുകളുടെ ഒരു അടിസ്ഥാന പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. ഇവളെന്താണ് ഈ രാവിലെ വന്ന് ഈ ക്ലബ്ബുകളെ പറ്റിയൊക്കെ സംസാരിക്കുന്നതെന്നാണല്ലേ? നിങ്ങൾ മെയിൻസ് ക്ലബിനെ പറ്റി കേട്ടിട്ടുണ്ട്. അതായത് പുരുഷന്മാരെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു ഏരിയ. വളരെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളെല്ലാം ഒരുമിച്ച് ചേർന്ന് അവരവരുടെ ചിന്തകൾ ഷെയർ ചെയ്യുന്നതിലൂടെ വളരെ വലിയൊരു സൗഹൃദം രൂപപ്പെടുത്തിയെടുക്കാനും സ്പോർട്സ് ഗെയിം ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു മെൻ്റൽ റിലീഫ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ വളരെ സ്ട്രെസ്സ് പിടിച്ചൊരു ലോകത്തോടാണെന്നേ പോകുന്നത്. എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ടെൻസ്ഡാണ്. അപ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് റിലീഫാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മെൻസ് ക്ലബിനെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമാണ് വുമൻസ് ക്ലബ്ബ്. നമ്മൾ കേട്ടിട്ടുണ്ട്, പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടാകാം. പക്ഷെ പലപ്പോഴും ഈ വുമൻസ് ക്ലബ്ബ് പോലുള്ളത് വരികയും ചെയ്യും, പിന്നെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയത്തുപോലുമില്ല. അതായത് ഒരു കാറ്റഴിച്ചു വിട്ട ബലൂണിനെ പോലെ പിന്നെ അത് പോകുന്നതാണ്. ഇനിഷ്യൽ സ്റ്റേജിൽ വളരെ ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ പിന്നീട് ഒരു കാര്യവും അതിനെപ്പറ്റി നമുക്ക് അറിയാനും പറ്റത്തില്ല. കൊല്ലം ആശ്രമ മൈതാനത്തിൽ അത്തരത്തിലുള്ളൊരു വുമൻസ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വുമൻസ് ക്ലബ്ബ് ഇപ്പോൾ അത് അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്ന് നമുക്കൊന്ന് സംസാരിക്കാമെന്ന് ഞാൻ കരുതിയത്. ഫീമെയിലിസത്തെ പറ്റി മാത്രം സംസാരിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ. ഫീമെയിൽ പോലും മെയിൽ പോലും വ്യക്തികൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ സ്ത്രീകളെ പറ്റി എപ്പോഴും സംസാരിക്കുമ്പോഴേ അവർ വ്യത്യസ്ത തരത്തിലുള്ള മെന്റാലിറ്റി ഉള്ളവരാന്നേ. കാരണം പലവിധ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒത്തിരി വികസനങ്ങൾ വന്നിട്ടും ബാക്ക്വേർഡായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. എന്നെ കൊണ്ട് ഇത് പറ്റുമോ, എനിക്ക് സാധിക്കുമോ, അയ്യോ എന്നെ കൊണ്ട് ഇത് കഴിയത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരുപാട് ഫോർവേഡായിട്ട് ചിന്തിക്കുന്നവർ നമ്മുടെ മുന്നിലുണ്ട്. എനിക്കേ പറ്റൂ, ഇത് എനിക്ക് കഴിയുമെന്ന് ചിന്തിക്കുന്നവർ, ഒഴുക്കിനനുസരിച്ച് പോകുന്നവരും ഉണ്ട്. അത് ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെന്ന് കരുതുന്നവരും ഉണ്ട്. ഇതൊന്നും അവരുടെ കുറ്റം കൊണ്ടല്ല, നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളോ നമ്മുടെ അവൈലബിലിറ്റിയോ ഒക്കെയാണ് അതിന് കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് അവർ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടാതെയോ അല്ലെങ്കിൽ അവരവരുടെ ജോലി സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ഇടയ്ക്കൊക്കെ വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് അവരുടെ പ്രൊഫഷനെ പറ്റിയോ അവരുടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനെ കൊണ്ടും അവർക്ക് ഈ രാത്രി കാലങ്ങളിൽ ആകാശവും നക്ഷത്രമൊക്കെ കണ്ടൊന്ന് സംസാരിക്കാനും ഒരു ചായ കുടിച്ചിരിക്കാനെ കൊണ്ടും അവരുടെ ഗെയിമുകളോ അല്ലെങ്കിൽ അവർക്കുള്ള സ്പോർട്സുകളോ ഒക്കെ ചെയ്യാനെ കൊണ്ടും ഒക്കെയുള്ള ഒരു ഏരിയ അവർക്ക് ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ്. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങിയിട്ട് അതേപടി നിലനിർത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. അതിനെപ്പറ്റി ആരും സംസാരിച്ചങ്ങനെ കേട്ടിട്ടുമില്ല. ഇപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ ഉണ്ട്, അവരാരും സംസാരിച്ച് ഞാൻ കേട്ടിട്ടുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ ചാനൽ ചെയ്യുന്നവരാണെങ്കിൽ പോലും ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ സംസാരിക്കണം എന്ന് തോന്നി. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇരുന്നതെന്ന് സംസാരിക്കാനെ കൊണ്ടും അതുപോലെ അത് ചെയ്യാനെ കൊണ്ടൊക്കെ ഒരു ഏരിയ കിട്ടുക എന്ന് വെച്ചാൽ അതിൽ പര സന്തോഷം വേറെ എന്താ ഉള്ളതല്ലേ? അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംരംഭത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ഇടുക. ഈ ആശ്രമ മൈതാനത്തിനടുത്തുള്ള വുമൻസ് ക്ലബ്ബ് പ്രവർത്തനം ഇപ്പം അത്ര ആക്റ്റീവ് അല്ലെങ്കിലും ഇനി ആക്റ്റീവായി വന്നുകൂടാന്നില്ലല്ലോ. അപ്പം ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലിടുക. ശരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരട്ടെ. അപ്പം ഒരുപാട് പേർക്ക്, ആ ചുറ്റളവിലുള്ള ഒരുപാട് പേർക്ക് അതൊരു വലിയ സന്തോഷമായിരിക്കും. അവർക്കതൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും ഒരുപാട് പേർക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാനായിരുന്നു. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഈ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലിടണം കേട്ടോ. വുമൻസ് ക്ലബ്ബ് എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റിയോട് അല്ലെങ്കിൽ ആ ഒരു സംരംഭത്തോട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ഇടുക. ടാറ്റാ.